ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു ചെറിയൊരു വീഡിയോ ഉണ്ട്. ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പോൾ രാവിലെ തന്നെ പൊന്നൂസിൻ്റെ കലാപരിപാടികളാണിത് കേട്ടോ. ഞാൻ എണീറ്റ് കുളിക്കാനോ തേക്കാനോ എനിക്ക് സമയം കിട്ടില്ല. അതിനു മുമ്പ് തന്നെ ആൾ എണീറ്റത് കളി തുടങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് രാവിലത്തെ എല്ലാ പണിയും പെൻഡിങ് ആണ് കേട്ടോ. പിന്നെ ഉറങ്ങുന്ന ടൈമിലേക്ക് നമ്മുടെ കാര്യങ്ങൾ നടക്കുകയുള്ളൂ. ഉറങ്ങുകയാണെങ്കിലും ഒരു 2 മണിക്കൂറൊക്കെ ഉറങ്ങുന്നതുകൊണ്ട് നമുക്ക് ഏകദേശം പണിയൊക്കെ വേഗം ഒരുക്കാൻ പറ്റും. ഇപ്പോൾ രാവിലെ ഇതാണ് നീന്തിക്കൊണ്ടിരിക്കുകയാണ് ആൾ. ഇതാണ് പൊന്നൂസിൻ്റെ ഇന്നത്തെ ഫുഡ്. ചോറ് കുറച്ച് ഉപ്പിട്ടിട്ട് അതിൽ മിക്സിയിലിട്ട് ഉടച്ചതാണ് കേട്ടോ. അത് കുറച്ച് വെള്ളം പോലെ ആക്കിയിട്ട് കൊടുക്കുക. പിന്നെ ഉരുളക്കിഴങ്ങ് ഉപ്പേരി ഉണ്ടായിരുന്നത്. ഇപ്പോൾ ആളുടെ കുളിയൊക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ കൊടുത്ത് കുളിയൊക്കെ കഴിഞ്ഞ് ആൾ ഉഷാറായിട്ട് ഇനി എന്താണ് പറഞ്ഞത് വെച്ചാൽ ഉറങ്ങുക. ഇതാ കണ്ടോ, പാല് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ആൾ സുഖമായി ഉറങ്ങും. അപ്പോൾ നമ്മൾ കൺമഷിയും ഒക്കെ എഴുതി കൊടുത്ത് സുന്ദരനാക്കും ആളെ. അത് കഴിഞ്ഞിട്ട് പിന്നെ നല്ല രീതിയിൽ 2 മണിക്കൂറൊക്കെ ഉറങ്ങും. ഉറക്കത്തിലല്ലാതെ നമുക്ക് കൺമഷി എഴുതി കൊടുക്കാൻ നടക്കില്ല. കാരണം എല്ലാം കരിവേഷം കിട്ടിയ പോലെ ആക്കി വയ്ക്കും. പൗഡറാണെങ്കിലും കൺമഷി ആണെങ്കിലും എല്ലാം കൂടി എന്തെങ്കിലുമൊക്കെ ആക്കി വയ്ക്കും. അപ്പോൾ ഞാൻ പലവട്ടം അങ്ങനെ ശ്രമിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഉറങ്ങുന്ന ടൈമിലാണ് എപ്പോഴും ചെയ്യുക. പിന്നെ നമ്മൾ പുറത്തേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ മാക്സിമം ഞാൻ എഴുതി കൊടുക്കാറില്ല. കാരണം എന്താ വെച്ചാൽ നടക്കില്ല. അതുകൊണ്ടാണ്. എല്ലാ അമ്മമാർക്കും അറിയാം, കുട്ടികളെ നമ്മൾ ഒന്ന് ഭംഗിയാക്കണമെങ്കിൽ നല്ല പണിയാണ് എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഉറങ്ങുന്ന ടൈമിലൊക്കെ നടക്കുള്ളൂ. വീട്ടിലിരിക്കുകയാണെങ്കിൽ നമ്മൾ പുറത്തൊന്നും പോകാതിരിക്കുന്ന ടൈമിലാണെന്നുണ്ടെങ്കിൽ സാവധാനത്തിൽ നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്ത് കൊടുക്കാം. അപ്പോൾ അങ്ങനെയാണ് ഇന്നത്തെ ഡ്യൂട്ടി ഇങ്ങനെയായിരുന്നു കേട്ടോ. എന്താ കണ്ടോ, ആൾ നല്ല ഉറക്കം ആണ്. ഇപ്പോൾ തൊട്ടിയിൽ കിടത്തിയിട്ട് ഇനി ഞാൻ അലക്കൽ, കുളിക്കൽ, ഫുഡ് കഴിക്കലൊക്കെ പോവാണ് കേട്ടോ. സുഖമായി ഉറങ്ങിക്കോളും. പിന്നെ എനിക്കൊരു ടെൻഷനുണ്ട്, തൊട്ടിൽ കിടത്തിയിട്ട് പോയാൽ കൈയും കാലൊക്കെ പുറത്തിടുന്ന ഒരു ശീലമുണ്ട്. അപ്പോൾ ഇടുമെന്നുള്ള ടെൻഷനൊക്കെ ഉണ്ട്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് നോക്കും കേട്ടോ. അപ്പോൾ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞു, അലക്കലൊക്കെ കഴിഞ്ഞു, ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു കേട്ടോ. ഇനി എൻ്റെ കലാപരിപാടികളാണ്. എനിക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യുക. എന്തെങ്കിലും പൗഡർ ഇടുക, കൺമഷി ഇടുക, എഴുതുക, അങ്ങനെയൊക്കെ ചെയ്യുക. അപ്പോഴേക്കും ഇതാവും നമ്മളുടെ കലാപരിപാടികൾ കഴിഞ്ഞതും തന്നെ ആൾ എണീറ്റ് കേട്ടോ. ഇന്ന് തലകെട്ടി കൊടുത്തിട്ടില്ല. കാരണം ഉറങ്ങിയത് കൊണ്ട് തലമുടിയൊന്നും കെട്ടിക്കൊടുത്തിട്ടില്ല. ഇനി വേണം കെട്ടിക്കൊടുക്കണം കേട്ടോ. ഞാൻ മേക്കപ്പ് ചെയ്യണമെന്ന് നോക്കിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഉറങ്ങി എണീറ്റതിൻ്റെ ഒരു ഹാങ് ഓവറിലാണ് ഞാൻ എന്താ ചെയ്യുന്നത് എന്നെ തന്നെ നോക്കിക്കൊണ്ടേ ഇരിക്കുകയാണ്. ഹായ് കാണിക്കാൻ പറയുമ്പോൾ തിരിഞ്ഞു നിൽക്കുന്നുണ്ടാണ്. എന്താ കണ്ടത്. പിന്നെ ഇവിടെ പാലക്കാട് ജില്ലയായതുകൊണ്ട് തന്നെ, പ്രത്യേകിച്ച് പാലക്കാട് ചൂട് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ കുളിച്ചാലും പെട്ടെന്ന് നമുക്ക് ചൂട് തോന്നും കേട്ടോ. കുളിച്ച് എങ്ങനെ ഒരു അരമണിക്കൂർ കഴിഞ്ഞാലും പിന്നെയും നല്ല ചൂട് തോന്നും. അപ്പം ഞാൻ വോയിസ് ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ ആൾ കളിക്കുകയാണ് കേട്ടോ. അതാണ് വോയിസിൻ്റെ ഇടയിൽ കൂടെ കേൾക്കുന്നത്. ഇപ്പോൾ ഒരു 12 മണിയൊക്കെ ആയിട്ട് എല്ലാ നമ്മുടെ പരിപാടികൾ അലക്കലും കുളിയൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും 12 മണിയായി. ഇനിയിപ്പോൾ ഫുഡ് കൊടുക്കാനുള്ള ടൈമായി. ഉച്ചയ്ക്ക് ശേഷമാണ് ആൾ ഉറങ്ങുന്നത്. ആ സമയത്താണ് ഞാൻ പഠിക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ പിന്നെ നമുക്ക് പണിയൊന്നുമില്ലല്ലോ. അപ്പോൾ ആ സമയത്താണ് ഞാൻ പഠിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പിന്നെ ശിവരാത്രി വ്രതം എടുക്കുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അതിനെക്കുറിച്ച് അടുത്ത